ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും തിരുവചന സ്പന്ദനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണ്ടുവട്ടം 21-ാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന ദൈവവചനം എന്നുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ദൈവവചന ഭാഗത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇടുങ്ങിയ വാതിൽ എന്നാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് യേശുനാഥൻ ശ്രോതാക്കളെ മുഴുവൻ ആഹ്വാനം ചെയ്യുമ്പോൾ എന്താണ് യേശുനാഥൻ ഈ ഇടുങ്ങിയ വാതിലിലൂടെ ഉദ്ദേശിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ഉപമയുടെ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ടുള്ള ഈ ഉപമയുടെ ആഴമായ അർത്ഥം എന്താണ്? അതൊരു വിശ്വാസിയെ എങ്ങനെയാണ് സ്പർശിക്കുന്നത്? എന്ത് തരം പരിവർത്തനത്തിലേക്കാണ് ഈ ഉപമ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്നെ ഏറെ ആകർഷിച്ച മനോഹരമായ ഒരു ധ്യാനവചനമാണ് വിശ്വാസത്തിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് ഇറങ്ങി നടക്കരുത് എന്നത്. അതല്ലെങ്കിൽ ജീവൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് ഇറങ്ങി നടക്കരുത് എന്ന്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ സുവിശേഷത്തെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഈ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നത് കൊണ്ട് യേശുനാഥൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ബൈബിളിലെ രണ്ട് വലിയ വ്യക്തിത്വങ്ങളാണ് വിശുദ്ധ പത്രോസും യൂദാസും. ഇവർ രണ്ടുപേരും യേശുനാഥൻ്റെ വത്സല ശിഷ്യന്മാരായിരുന്നു. രണ്ടുപേര് രണ്ട് ദിശകളിലേക്ക് സഞ്ചരിച്ച, അതല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളിൽ കണ്ടെത്തുവാൻ സാധിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ഒരുപക്ഷെ ഇവരുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ വിശ്വാസത്തിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് ഇറങ്ങി നടക്കരുത് എന്നതിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടെത്തുന്ന അർത്ഥം തന്നെയാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് യേശുനാഥൻ ആഹ്വാനം ചെയ്യുന്നതിൻ്റെയും അർത്ഥമായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് വിശുദ്ധ പത്രോസും യൂദാസും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും? രണ്ടുപേരും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് ഇറങ്ങി നടന്നവരാണ്. അതല്ലെങ്കിൽ ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നതാണ് പത്രോസും യൂദാസും എന്നുള്ളത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ യേശുനാഥൻ താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ ദൈവരാജ്യ ശുശ്രൂഷയിൽ യേശുവിനോട് ചേരുന്ന ആ വേളകളിൽ തന്നെ യേശുനാഥൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന മനോഹരമായ 2 വചനങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന ഇതാ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ ഞാൻ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്നു. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം അന്വർത്ഥമാണ്. നമ്മൾ എപ്പോഴൊക്കെയാണോ ക്രിസ്തുവുമായി ആഴത്തിൽ എടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്, നമ്മൾ എപ്പോഴൊക്കെയാണോ നിഷ്കപടമായ വിശ്വാസത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുവാൻ പരിശ്രമിക്കുന്നത്, അപ്പോഴൊക്കെ പിശാച് പതിര് പാറ്റുന്നത് പോലെ നമ്മളെ പാറ്റുവാനായിട്ട് നമ്മുടെ പുറകിലുണ്ടായിരിക്കും. നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ടുള്ള നിർണായക ഘട്ടങ്ങളാണ് ഈ പിശാച് നമ്മളെ പരീക്ഷിക്കുന്ന ഘടകങ്ങൾ. യേശുനാഥൻ പത്രോസിനോടും യൂദാസിനോടും ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ വചനം സ്വീകരിക്കുകയും എൻ്റെ വചനത്തിൽ നിലനിൽക്കുകയും ആ വചനാനുസൃതം ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചു വിടുവാനായിട്ട്, നിങ്ങളെ വഴിപിഴപ്പിക്കുവാനായിട്ട് പിശാച് പതിര് പാറ്റുന്നത് പോലെ നിങ്ങളെ പാറ്റുവാനായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരിക്കുമെന്നുള്ളത്. പക്ഷേ 2 ശിഷ്യന്മാരും അതത്ര മുഖവിലക്കെടുത്തില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? 2 പേരും വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുവാനായിട്ട് തിടുക്കം കാണിച്ചവരാണ്. അല്ലെങ്കിൽ ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുവാനായിട്ട് തിടുക്കം കാണിച്ചവരാണ്. പക്ഷെ 2 പേരും വിശ്വാസ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നുവെങ്കിലും 2 പേരും അത് തിരിച്ച്
അവരുടെ രണ്ടുപേരുടെയും പ്രതികരണവും രണ്ട് രീതിയിലായിരുന്നു. അതാണ് പത്രോസിനെയും യൂദാസിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. യൂദാസിൻ്റെ ജീവിതം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, യേശുവിന് 30 വെള്ളി നാണയങ്ങളുടെ വിലയിട്ടവനാണ് യൂദാസ് എന്നുള്ളത്. അതുപോലെ തന്നെ സ്നേഹമെന്ന നിഷ്കളങ്കമായ അല്ലെങ്കിൽ സ്നേഹം ചാലിച്ചെടുത്ത് അത് പ്രകടിപ്പിക്കുവാനായിട്ട് അന്നുവരെ ഉപയോഗിച്ചിരുന്ന മനോഹരമായ പ്രവൃത്തികളിൽ ഒന്നാണ് ചുംബനമെന്നുള്ളത്. ആ ചുംബനത്തിന് വഞ്ചനയുണ്ടെന്ന് ആദ്യമായി തെളിയിച്ചത് യൂദാസാണ്. ഒരു സ്നേഹ ചുംബനത്തിലൂടെ യൂദാസ് യേശുനാഥനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. യേശുനാഥിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ യേശുനാഥിന് 30 വെള്ളി നാണയങ്ങളുടെ വിലയിട്ട യൂദാസ്, യേശുനാഥിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാസ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നവനാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് യേശു ശിക്ഷ വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ തിരികെ കൊണ്ട് അവരോട് കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക ജീവൻ്റെ രക്തം അല്ലെങ്കിൽ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തുവെന്ന്. എപ്പോഴും സംഭവിക്കുന്നതാണ്. അതിന് അവർ നൽകുന്ന മറുപടി എന്താണ്? നീ പാപം ചെയ്തുവെങ്കിൽ അത് നിന്റെ കാര്യം, അതിന് ഞങ്ങൾക്കെന്താണ്? അതിൽ നിരാശ പൂണ്ട യൂദാസ് അവിടെ ചെയ്യുന്നത് നമ്മളവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: ആ വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം അവൻ പോയി മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തുവെന്നാണ്. വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നാൽ, ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നാൽ ഒരു വിശ്വാസിക്ക് ആർക്കും സംഭവിക്കാവുന്ന ദുരന്തങ്ങളിലൊന്നാണ് യൂദാസിന് സംഭവിച്ചത്. യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് പരാജയപ്പെട്ടു പോയവനാണ് യൂദാസ്. യേശുനാഥൻ്റെ കാരുണ്യം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് പരാജയപ്പെട്ടു പോയവനാണ് യൂദാസ്. മടങ്ങി വന്നാൽ യേശുനാഥൻ എത്രമാത്രം ആഴമായ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുമെന്ന് മറന്നുപോയവനാണ് വിശ്വാസം. ഈ യൂദാസും ധൂർത്തപുത്രൻ്റെ ഉപമ യേശുനാഥൻ പറയുമ്പോൾ അത് കേട്ട മനുഷ്യനാണ്. എന്നിട്ടും വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന്, ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് അകലം കൂടിയപ്പോൾ മടങ്ങി വരുവാനായിട്ടുള്ള മനസ്സ് കാണിക്കാതെ മരത്തിൽ കെട്ടിത്തൂങ്ങിച്ചത്ത് ജീവിതം അവസാനിച്ചതാണ് യൂദാസിൻ്റെ ചരിത്രം എന്നുള്ളത്. ഇതിന് സമാനമായ കുറ്റം തന്നെയാണ് പത്രോസും ചെയ്തത്. പത്രോസ് ഇതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന്, ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നവനാണ്. യേശുനാഥൻ പത്രോസിന് മുൻകൂട്ടി തന്നെ അറിവ് കൊടുത്തതാണ്, നീ എന്നെ നിഷേധിച്ചു പറയുമെന്ന്. പക്ഷേ അതൊന്നും പത്രോസ് അത്ര കാര്യമാക്കിയില്ല. തീ കായുവാനായിട്ട് കയറി ചെല്ലാൻ പാടില്ലാത്തിടത്ത് ചെന്ന്, കയറി ചെല്ലാൻ പാടില്ലാത്ത സമയത്ത് ചെന്ന് തീ കാഞ്ഞിരിക്കുമ്പോഴാണ് പത്രോസ് ബലഹീനനായി പോകുന്നത്. അവിടെ യേശുനാഥൻ ക്രൂശിക്കുവാനായിട്ട് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അതിൽ പങ്കുചേരേണ്ട പത്രോസ് അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് തണുപ്പകറ്റുവാനായിട്ട് കൂട്ടുകാരോടൊപ്പം, അതല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരോടൊപ്പം തീ കായുവാനായിട്ട് വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് മാറി നടക്കുകയാണ്. ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് മാറി നടക്കുകയാണ്. അവിടെ പരീക്ഷണ വിധേയമാകുന്ന പത്രോസ് ഇവനെ ഞാൻ അറിയത്തില്ല എന്ന് 1 2 3 പ്രാവശ്യം ആണയിട്ട് പറഞ്ഞ് യേശുവിനെ നിഷേധിച്ചവനാണ്. പക്ഷെ സംഭവിച്ച ഒരു പ്രത്യേകത ഇതാണ്. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ 3 നിഷേധത്തിന് ശേഷം പത്രോസ് ഓർമ്മിച്ചു. യൂദാസും ഓർമ്മിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ പത്രോസ് ഓർമ്മിച്ചപ്പോൾ പത്രോസ് മരത്തിൽ പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതിന് പകരം അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞ് മടങ്ങി വരുന്ന പത്രോസിനെ നമുക്ക് കാണുന്നുണ്ട്.
പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്നാൽ നമുക്കൊക്കെ ചിലപ്പോൾ അപകടം സംഭവിക്കാം. പക്ഷേ മടങ്ങി വരുവാനായിട്ട്, കണ്ണീരോടുകൂടി മടങ്ങി വന്ന് കർത്താവിൻ്റെ കാരുണ്യം അനുഭവിക്കുവാനായിട്ട് നടത്തുന്ന തീരുമാനമാണ് വിശ്വാസത്തിൻ്റെ സ്രോതസ്സിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിക്കുവനെന്ന് യേശുനാഥൻ പറയുമ്പോൾ അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ. അച്ഛനോടുകൂടി വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ അനുദിനം നിലനിൽക്കുവാനായിട്ട്, വിശ്വാസത്തിൻ്റെ സ്രോതസ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്നുള്ള ഒരാഹ്വാനമാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവനെന്ന് യേശുനാഥൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ വിശ്വാസത്തിൻ്റെ സ്രോതസ്? കൃപയുടെ ജീവിതം നിലനിർത്തുവാനായിട്ട്, വചനത്തിൻ്റെ ജീവിതം നിലനിർത്തുവാനായിട്ട്, വിശുദ്ധമായ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതം നിലനിർത്തുവാനായിട്ട്, ദാനധർമ്മത്തിൻ്റെ ജീവിതം നിലനിർത്തുവാനായിട്ട്, എല്ലാറ്റിനുപരി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജീവിതം അനുദിനം പരിശീലിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് യേശുനാഥൻ നമ്മോട് പറയുമ്പോൾ യേശുനാഥൻ അർത്ഥമാക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അതാണ് ജീവൻ്റെ സ്രോതസ്സം എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ ദൈവവചന വായന നടക്കുമ്പോൾ അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോകുകയല്ല ചെയ്യേണ്ടത്. ദൈവവചന വായന നടക്കുന്നിടത്ത് നമ്മളും കൂടി ചേരണം. വിശുദ്ധമായ ദിവ്യബലി അർപ്പണം നടക്കുമ്പോൾ അകലെ കാണുന്ന ചായക്കടയിൽ ചെന്നിരുന്ന് ചായ കുടിക്കുന്നതിനല്ല നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ആ ദിവ്യമായ ജീവൻ്റെ നൽകുന്ന, വിശ്വാസത്തിൻ്റെ സ്രോതസ് നൽകുന്ന ദിവ്യബലിയിൽ സജീവമായി പങ്കെടുത്ത് കൃപ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുവാനായിട്ട് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വചനവായനയുടെ, കൃപയുടെ, കൗദാശികമായ ജീവിതം പരിശീലിക്കുന്നതിൻ്റെ ഒക്കെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ശൈലി സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ കൃപ നിറഞ്ഞ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, ദിവ്യകാരുണ്യ ആരാധനയിലടങ്ങിയ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, അതൊക്കെ നമ്മെ ജീവൻ്റെ സ്രോതസ്സിലേക്ക് അടുപ്പിക്കുകയും വിശ്വാസത്തിൻ്റെ സ്രോതസ്സിലേക്ക് അടുപ്പിക്കുകയും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിക്കുവാൻ പറയുന്ന യേശുനാഥൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിൽ നമുക്ക് ചെന്ന് സന്തോഷം പങ്കുചേരുവാനായിട്ട് നമ്മെ യോഗ്യരാക്കും. മറിച്ചാണെങ്കിലോ, വചനവായന നടക്കുമ്പോൾ മറ്റെന്തെങ്കിലും കേൾക്കുവാനായിട്ട് മാറിപ്പോകുമ്പോൾ, ദിവ്യബലി അർപ്പണം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ മറ്റൊന്നിലേക്ക് മാറിപ്പോകുമ്പോൾ, കൗദാശിക ജീവിതത്തിന് അത്ര പ്രാധാന്യം നൽകാതെ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ, കാരുണ്യത്തിൻ്റെതായ അരൂപി നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാക്കുമ്പോൾ, ദാനധർമ്മത്തിൻ്റെ അരൂപി വേണ്ടാന്ന് വയ്ക്കുമ്പോൾ, ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ പല്ലുകടിയും ഇരുളുമടങ്ങുന്ന പുറത്തെ അന്ധകാരത്തിൽ വിരുന്നുണ്ണാൻ കഴിയാതെ പുറന്തള്ളപ്പെടുന്ന ആ ദാരുണതയിലേക്ക് പോകുവാനായിട്ട് ഒരുപക്ഷെ വിധിക്കപ്പെട്ടേക്കാം. പ്രിയമുള്ളവരെ, യേശുനാഥൻ ഇന്ന് ഈ വചനത്തിൽ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ ജീവൻ്റെ സ്രോതസ്സുകളിലോട് അടുക്കുവാനായിട്ട്, വിശ്വാസത്തിൻ്റെ സ്രോതസ്സിലേക്ക് അടുക്കുവാനായിട്ട്, അങ്ങനെ വിശ്വാസ സ്രോതസ്സുകളിൽ നിന്ന് മാറി നടക്കുവാൻ പരിശ്രമിക്കാതെ, വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുവാൻ പരിശ്രമിക്കാതെ, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം പടുത്തുയർത്തുവാനായിട്ട് യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന പത്രോസും ഇറങ്ങി നടന്ന യൂദാസും അത് തിരിച്ചറിയുമ്പോൾ നടത്തുന്ന പ്രതികരണമാണ് പത്രോസിനെ വിശുദ്ധ പത്രോസാക്കി മാറ്റുന്നതും യൂദാസിനെ മരച്ചില്ലയിൽ തൂങ്ങിച്ചാകുന്നവനാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇടുങ്ങിയ വാതിൽ എന്നുള്ളത് രക്ഷയുടെ വാതിലാണ്, ജീവൻ്റെ സ്രോതസ്സിലേക്കുള്ള വാതിലാണ്, വിശ്വാസത്തിൻ്റെ സ്രോതസ്സിലേക്കുള്ള വാതിലാണ്. അത് നമ്മെ നയിക്കുന്നതാകട്ടെ കൃപയുടെ, കാരുണ്യത്തിൻ്റെ, ദാനധർമ്മത്തിൻ്റെ, കൂദാശകളുടെ, ആശീർവാദത്തിൻ്റെ,
അതല്ലെങ്കിൽ അനുദിന പ്രാർത്ഥനകളുടെയൊക്കെ ഒരു ജീവിതത്തിലേക്കായിരിക്കും. അങ്ങനെ ക്രിസ്തു കാണിച്ചു തരുന്ന ഇടുങ്ങിയ വാതിലിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, വിശ്വാസത്തിൻ്റെ സ്രോതസ്സിലൂടെ സഞ്ചരിച്ച് വിശ്വാസത്തിൻ്റെ സ്രോതസ്സുമായി ചേർന്ന് നിന്നുകൊണ്ട് രക്ഷ കൈവരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.